ഹയോൾ അപ്പോൾ നിങ്ങളൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സ് ആണോ? ബിടെക് ഐ.ടി.ഐ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ സിവിൽ എഞ്ചിനീയേഴ്സും ആണ്. അതിന്റെ കൂടെ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കണമെന്നും കൂടെ കരുതുന്നവരാണെങ്കിൽ എടോ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം എന്താ, നിങ്ങൾക്ക് തന്നെ അറിയാം 2-3 മാസം കൂടുമ്പോൾ ഓരോ ഓവർസിയർ എക്സാംസുകളായിട്ട് സിവിലുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, PSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ചിലതൊക്കെ ജംബോ ലിസ്റ്റുകളാണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് വളരെ എന്താ പറയുക, സിവിൽ എഞ്ചിനീയേഴ്സിന് എന്ന് പറയുന്നത് അവരൊരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ഓവർസിയർ എക്സാംസുകൾ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഗവൺമെന്റ് സർവീസിൽ കയറുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു മാസം ജൂലൈ 29 LSTD ഒരുപാട് വേക്കൻസിയുമായിട്ട് ഗ്രേഡ് 3 എക്സാം ഉണ്ട്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാ, കഴിഞ്ഞ തവണയൊക്കെ 500-ലധികം അഡ്വൈസ് പോയിട്ടുള്ള PWD ഇറിഗേഷൻ ഗ്രേഡ് 3 എക്സാം നമ്മൾ അതിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, സർവേയർ ട്രേഡ്സ്മാന്, ട്രേസർ, സർവേയർ ഒക്കെ ആയിട്ട് നല്ല ഒഴിവുകളുള്ള ഒരുപാട് എക്സാംസുകൾ ഓവർസിയർ ലെവലിൽ വരുന്ന എക്സാംസുകൾ നമുക്കിനി ഈ അടുത്ത 2027 നമുക്ക് എക്സാംസുകൾ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയിരുന്നാൽ മതിയോ? നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ, എക്സാം വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നാൽ മാത്രം പോരാ. എന്താണ്, നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിക്കണം. അപ്പൊ അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലേണിയുടെ ഫസ്റ്റ് ബാച്ച്, നമ്മളെ റാങ്ക് ലക്ഷ്യം വെക്കുന്നവർക്ക് ലക്ഷ്യ ഓവർസിയർ ലൈവ് ബാച്ച് ഈ ഒരു ഓഗസ്റ്റ് 5 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വീടുകളിൽ നിന്ന് കുട്ടികളും മക്കളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൺലൈൻ ലൈവ് ബാച്ചുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഫാക്കൾട്ടീസുമായിട്ട് കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, നമുക്ക് ചളിയൊക്കെ പറഞ്ഞുകൊണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. മറക്കണ്ട, ഡേറ്റ് മറക്കണ്ട, ഓഗസ്റ്റ് 5 മുതലാണ്. അപ്പോൾ നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡെയിലി 2-3 അവറുകൾ അല്ലെങ്കിൽ 3-4 അവറുകൾ ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെ റെക്കോർഡറൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീക്ക്ലി എല്ലാ ദിവസവും അല്ലെങ്കിൽ 5-6 ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ, ഞാൻ ഈ പറയില്ലേ, ക്ലാസ്സുകൾ, ടീച്ചേഴ്സ്, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് എൻ്റെ പേഴ്സണലായിട്ട് നിങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണ്. ക്ലാസ്സുകളിലൊന്നും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അറിയാം, ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സുകളിലൊന്നും അല്ലേ, നമ്മൾ അതല്ലാതെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളായാലും ഫാക്കൾട്ടീസ് ആയാലും മെറ്റീരിയൽസ് ആയാലും എക്സാംസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നമുക്ക് വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നമുക്ക് നല്ല റാങ്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇനി അതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കുട്ടികളൊക്കെ ഈ ഓൺലൈൻ ബാച്ചുകളിൽ വരുന്ന കുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ്, അവർക്ക് അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ ഫോളോ ചെയ്യാൻ, അതല്ലെങ്കിൽ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാ വീക്കിലും റിവിഷൻ ടെസ്റ്റുകൾ. അതായത് ആ വീക്കിൽ എടുത്ത ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വീക്കെൻഡിൽ ഞായറാഴ്ച രാത്രി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടോപ്പിക്കുകൾ വെച്ചിട്ടുള്ള എക്സാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് കാണാൻ പറ്റാത്തവർക്ക് ആ സാറ്റർഡേ സൺഡേസുകളിൽ അതിന്റെ റെക്കോർഡർ കണ്ടുകൊണ്ട് ആ എക്സാമിന് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ട്, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം ഇനി നിങ്ങൾ പഠിക്കണമെന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ റിവിഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സുകൾ തീരുന്നതിനനുസരിച്ച്, ചാപ്റ്ററുകളുടെ അനുസരിച്ച് ചാപ്റ്റർ ടെസ്റ്റുകൾ, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകൾ തീരുന്നതിനനുസരിച്ച് സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും, ഞാൻ എല്ലാ ബാച്ചുകളിലും ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു 50%. ബാക്കി 50% എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ചെയ്ത ക്വസ്റ്റ്യൻസുകൾ, പുതിയ ക്വസ്റ്റ്യൻസുകൾ അത് വീണ്ടും ചെയ്യുക, റിവിഷൻ ചെയ്യുക, കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരുപാട് MCQ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതായിരിക്കും നമ്മുടെ ബാച്ചുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലാസ്സുകളുടെ കൂടെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നിങ്ങളെ കൊണ്ട്, നിങ്ങൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് എത്രത്തോളം MCQ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം MCQ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കൂടെ ഇത് ലേൺ ന്യൂ ടെക്നിക്കൽ എക്സാംസിൻ്റെ ഫസ്റ്റ് ഓവർസിയർ ലൈവ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ മെൻറ്ററായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം പഠിക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിട്ട് ഇത് പോരല്ലോ മാർക്ക്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനപ്പുറം നമുക്ക് മാർക്ക് നേടിക്കൂടാ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ, നിങ്ങളുടെ കൂടെ ഞാൻ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ റെഡിയാണ്, ഞാനിങ്ങനെ നിങ്ങളെ പിന്നാലെ നടന്ന് പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മൾ റെഡിയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ റെഡി ആണെങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും 2027 ഓവർസിയർ എക്സാംസുകളിൽ ആ റാങ്ക് ലിസ്റ്റുകളിൽ ഒരു ടോപ്പ് നെയിമായിട്ട് നിങ്ങളുടെ തന്നെ ഒരാളുടെ പേരുണ്ടാകുമെന്നുള്ളത്. ഓക്കെ, അതെനിക്ക് തരാൻ പറ്റുന്ന ഒരു ഉറപ്പാണ്. കാരണം നമ്മൾ ആദ്യത്തെ ബാച്ചാണ്, നമുക്ക് അത്രയും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് ആയാലും അതല്ല നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആയാലും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓഗസ്റ്റ് 5 നമ്മൾ LSTD എക്സാം ഒക്കെ കഴിഞ്ഞ്
2-3 ദിവസം റെസ്റ്റ് എടുത്ത്, ഇനി അതല്ല ആദ്യമായിട്ട് ഇപ്പോൾ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ഔട്ട് ആയവരൊക്കെ ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവരായിരിക്കും. അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഓഗസ്റ്റ് 5 തുടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് റിവിഷൻസുകൾ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസുകൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഫീസ് വരുന്നത് 3,999 ആണ്. അപ്പോൾ ഈ ഒരു 3,999 ആണ് കരുതിയിട്ട് നമ്മൾ ഇതൊരു ക്രാഷ് ബാച്ചോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്നല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ 10-15 വർഷങ്ങളിലായിട്ട് ഓവർസിയർ നടന്ന ഓവർസിയർ എക്സാംസുകളുടെ സിലബസ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള കരിക്കുലം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകളെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞ 15 വർഷങ്ങളിലായിട്ട് PSC ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് 500-ലധികം അവറുകൾ വരുന്ന ഈ ഒരു ഓവർസിയർ ലൈവ് ബാച്ചിന്റെ ഫീസാണ് 3,999 വരുന്നത്. 3,999 വരുന്നത്. അപ്പോൾ ഒരു ഓഫർ പ്രൈസിലാണ് ആദ്യ അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു കുറഞ്ഞ ഫീസിലാകുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഞാനാണ് നിങ്ങളെ പേഴ്സണലി ആയിട്ട് ഈ ഒരു ബാച്ചുകളിൽ മെന്റർ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഓഫീസിന്റെ അല്ലെങ്കിൽ എൻ്റെ വീടിന്റെ ലൊക്കേഷൻ ഇട്ട് തരാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ഗ്യാരണ്ടിയാണ്, എൻ്റെ ഒരു സെൽഫ് എന്താണ് കോൺഫിഡൻസ് ആണ്. എനിക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളിൽ നിന്ന് തന്നെ ടോപ്പ് റാങ്കുകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3,999 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരു ചെറിയ ഫീസ് അല്ലേ, ക്വാളിറ്റി അതൊന്നും നിങ്ങൾക്ക് വേണ്ട. ക്ലാസ്സുകൾ ക്വാളിറ്റി ക്ലാസ്സുകളായിരിക്കും, അതുപോലെ എക്സാംസുകൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു PSC. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ പഠിച്ചാലാണ്, എങ്ങനെ പഠിപ്പിച്ചാലാണ് റാങ്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അതെന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടുള്ള ബാച്ചുകളാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യ ഓവർസിയർ സിവിൽ ബാച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 5 എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8139888011. ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്നോട് നേരിട്ടാണ് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, അവർ കണക്ട് ചെയ്തു തരും. അതായത് എങ്ങനെ പഠിക്കണം, അതല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു ബാച്ച് കൊണ്ട് എങ്ങനെയാണ് അവർക്ക് അത് ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ നല്ല ഫീസുകൾ കൊടുത്ത് പഠിച്ചവരുണ്ടാവും, അവർക്ക് ഈ ഒരു ചെറിയ ഫീസുകളിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ടുള്ള എക്സാംസുകളിൽ നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഇനിയുള്ള ലക്ഷ്യം എന്തായിരിക്കണം, 2027 നടക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമിൽ നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. നമുക്ക് എന്ത് ചെയ്യാം, ഓഗസ്റ്റ് 5 ബാച്ചിൽ കാണാം. ബൈ.